വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 18 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്കു കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിനു വേണ്ടി വീടിനെയോ ഭാര്യയെയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിലാർക്കും ഇക്കാലത്ത് തന്നെ അവ അനേകമടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. നാം ഇത് മനസ്സിലാക്കണം. യേശുവിൻ്റെതായി പരക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു വാക്യമാണല്ലോ, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ് എന്ന ആപ്തവാക്യം. സാധാരണ രീതിയിൽ സാമാന്യ മനുഷ്യർക്ക് ഇത് നൽകുന്ന സന്ദേശം ധനവാന് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം നടപ്പുള്ള കാര്യമല്ല. തീർത്തും അസംഭാവ്യമായിട്ടുള്ള ഒരു കാര്യത്തിനോട് മറ്റൊരു വസ്തുത കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ട ആ വസ്തുതയ്ക്കും അസംഭാവ്യത ലഭിക്കാനിടവരുന്നു എന്നുള്ളത് പൊതുതത്വമാണ്. ഈ തത്വമനുസരിച്ച് യേശു എന്താണ് പരക്കെ ഉദ്ധരിക്കാൻ ഇടവരുന്ന ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിന്റെ അനുയായികളായ നമ്മുടെ കടമ. ധനമുള്ളവനാണ് ധനവാൻ. അപ്പോ ധനമുള്ള ആളുകൾക്ക് സ്വർഗവാസികളാകാൻ സാധ്യതയില്ല എന്നാണോ യേശു ഉദ്ദേശിച്ചത്? ഒരിക്കലും അങ്ങനെയാകില്ല. കാരണം സ്വർഗത്തിലെ വളരെയേറെ സമ്പത്തുള്ളവരുണ്ട്, ധനമുള്ളവരെ പോയിട്ടുണ്ട്. രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, മാടമ്പികളുണ്ട്, രാജ്ഞികളുണ്ട്, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ. ധനം യഥാർത്ഥത്തിലെ ജീവിതത്തിലെ കൈകാര്യം ചെയ്ത ആളുകള് സ്വർഗവാസികളായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ യേശു എന്തായിരിക്കാം ഉദ്ദേശിക്കുന്നത്? ധനത്തിന്റെ വിനിയോഗത്തിലാണ് യേശു ഉന്നമിക്കുന്നത്. അത് ധനം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ധനം തന്നെ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് ആ മനുഷ്യന് ചവിട്ടുപടി പോലും ആകാൻ ധനം ഇടവരാം. പക്ഷേ സാധാരണ രീതിയിലെ ധനത്തിന് മറ്റ് മദ്യ മയക്കുമരുന്നുകളെ പോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അഡിക്ഷൻ സ്വഭാവം ധനത്തിനുണ്ട്. മനുഷ്യനെ ഒരു തരം ആശ്രയത്വവും ആസക്തിയും അത് ഉത്പാദിപ്പിക്കാനിടവരുന്നു. ഈ അഡിക്ഷൻ എന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് സാധാരണ രീതിയിലെ ധനം ഒരു മനുഷ്യനെ വന്നു ചേരുമ്പോൾ ആ അഡിക്ഷന്റെ സ്വഭാവത്തിന്റെ ഫലമായിട്ട് സ്വാർത്ഥതയ്ക്ക് ജന്മം കൊടുക്കാനിടവരുന്നു. അപ്പോൾ സ്വാർത്ഥതയായിരിക്കും ആ മനുഷ്യന്റെ പെരുമാറ്റത്തിലെ നിഴലിക്കാനിടവരികയാണ്. അങ്ങനെ വരുമ്പോൾ സ്വാർത്ഥപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് മാർഗതടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് വരും. അതാണ് സത്യം എന്ന് വരികിൽ സ്വാർത്ഥതയ്ക്ക് പകരം നിസ്വാർത്ഥമായിട്ട് നമുക്ക് പെരുമാറാൻ ഇടവന്നാൽ ആ അഡിക്ഷന്റെ സ്വഭാവം മാറി. എനിക്ക് ധനമുണ്ടെങ്കിൽ ആ ധനം നിസ്വാർത്ഥമായിട്ട് ചെലവഴിക്കാൻ വേണ്ടിയാണ്. അത് ആവശ്യത്തിലിരിക്കുന്ന എൻ്റെ സഹോദരന്റെ ആവശ്യത്തിനും കൂടെ ചെലവഴിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ധനമാണ് എന്ന ചിന്തയോട് കൂടി ഈ ധനത്തിന്റെ വിനിമയം ഞാൻ നടത്താൻ ഇടവന്നാൽ അത് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന്റെ മാർഗമായി. അതാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള ചീട്ട് നമുക്ക് തരാൻ അതൊരു ഉപകരണമായി തീർന്നു. എന്നാൽ സാധാരണ രീതിയിലെ സ്വാർത്ഥമതിയായിട്ടുള്ള മനുഷ്യനെ തന്നിൽ സമാഹരിക്കപ്പെട്ടിരിക്കുന്ന ധനം
മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടെ വിനിയോഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ള ചിന്ത സ്വാഭാവികമായിട്ട് വരണമെന്നില്ല. അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഉണ്ടാകുക എന്നുണ്ടെങ്കിൽ യേശു പറയുന്നു അത് ദൈവികമാണ്, അത് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതാണ് ആ വ്യക്തിക്ക്. ഇതും കൂടെ യേശു ഉന്നം വെച്ചതുകൊണ്ടായിരിക്കാം ഇന്നത്തെ സുവിശേഷത്തിലെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് യേശു പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ളത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക് സ്വാർത്ഥപരമായി ചിന്തിക്കാനാണ് സ്വാഭാവികമായിട്ടുള്ള പ്രവണത എന്ന് വരികിൽ, ദൈവത്തിന് സ്വാർത്ഥതയെ അതിജീവിക്കാൻ സാധിക്കുന്ന നിസ്വാർത്ഥമായ ചിന്തകള്, തുറവിയുള്ള പരോന്മുഖമായിട്ടുള്ള ചിന്തകള് മനുഷ്യന് പ്രദാനം ചെയ്യാൻ ദൈവത്തിന് സാധിക്കും. ആ ദൈവത്തിൽ നിന്ന് അത് ലഭിക്കുന്ന മനുഷ്യനെ ധനത്തിന്റെ വിനിയോഗം സ്വർഗത്തിലേക്കുള്ള വഴിക്ക് ഒരു മുതൽക്കൂട്ടാകാൻ ഇടവരുന്ന ഒരു രീതിയായിട്ട് മാറ്റാം. അല്ലാതെ ദുർബലരും ദരിദ്രവാസികളും മാത്രം ആണ് സ്വർഗരാജ്യത്തിലെ അംഗങ്ങൾ ആകാൻ യേശു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നല്ല ഇതിന്റെ അർത്ഥം. സ്വർഗരാജ്യത്തിലേക്കുള്ള അംഗങ്ങള് ധനമുണ്ടോ ദരിദ്രനാണോ എന്നതിനേക്കാൾ ആ വ്യക്തിയുടെ മനസ്സിന്റെ ഇരിപ്പാണ് അവിടുത്തെ ഏറ്റവും പ്രധാനം. സ്വാർത്ഥപരമായിട്ടല്ലാതെ ദൈവരാജ്യത്തിന് വേണ്ടി, പൊതുവായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി ജീവിക്കാനും വ്യയം ചെയ്യാനും ഇടവരുന്ന മനുഷ്യൻ എന്തും ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗമായിട്ട് തീരാം. ആ യാഥാർത്ഥ്യമാണ് യേശുവിന്റെ ഈ ഉദ്ധരണിയിൽ നിന്ന് നാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്വാർത്ഥപരമായ ചിന്തകള് മനസ്സിലാക്കി അതിനെ അതിജീവിച്ച് പരോന്മുഖതയിലേക്ക് വളരാനുള്ള ഒരു പരിശ്രമം, ആ പരിശ്രമത്തിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ ദൈവികമായിട്ടുള്ള കൃപാവരം നമുക്ക് ലഭിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗരാജ്യ പ്രവേശനത്തിലേക്കുള്ള ആ മാർഗത്തിൽ കൂടെ ചരിക്കുന്നവർ നമുക്ക് ആകാൻ സാധിക്കും എന്നുള്ളതാണ് യേശു ഇവിടെ ഉന്നം വയ്ക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.